ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. നമ്മൾ വിവേക ചൂടാമണിയിൽ 85 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. അവിടെ വിഷയങ്ങളെക്കുറിച്ച്, വിഷയങ്ങളുടെ നിസ്സാരതയെക്കുറിച്ച് ചിന്തിച്ചു. അതിനുശേഷം ദേഹതാദാത്മ്യം അഥവാ ദേഹാസക്തി, അതാണ് നിരൂപണ വിധേയമാക്കുന്നത്. അതിലൊരു ശ്ലോകം നമ്മൾ ശ്രദ്ധിച്ചു. അനുക്ഷണം യത് പരിഹൃത്യ കൃത്യം അനാദ്യവിദ്യാകൃതബന്ധമോക്ഷണം ദേഹപരാർത്ഥോയമമുഷ്യപോഷണേ യഃ സജ്ജതേ സ സ്വമനേന ഹന്തി. അനാദിയായ അവിദ്യയാൽ ചെയ്യപ്പെട്ട ബന്ധത്തിൽ നിന്ന് മോചനം നേടാൻ പരിശ്രമിക്കാതെ ആരാണോ കേവലം പരാർത്ഥമായ ദേഹത്തെ തന്നെ പോഷിപ്പിച്ച് കഴിയുന്നത്, അവൻ സ്വയം നശിപ്പിക്കുകയാണ്. തുടർന്ന് 86-ാമത്തെ ശ്ലോകം, ശരീരപോഷണാർത്ഥീ സൻ യ ആത്മാനം ദിദൃക്ഷതേ ഗ്രാഹം ദാരുധിയാ ധൃത്വാ നദീം തർത്തും സ ഇച്ഛതി. ശരീരപോഷണാർത്ഥീ സൻ യ ആത്മാനം ദിദൃക്ഷതേ ഗ്രാഹം ദാരുധിയാ ധൃത്വാ നദീം തർത്തും സ ഇച്ഛതി. അവിടെ ഇച്ഛതി എന്നുള്ളതിന് പകരം ഗച്ഛതി എന്നും പാഠഭേദമുണ്ട്. ശരീരപോഷണാർത്ഥീസൻ, കേവലം ശരീരത്തെ പോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവൻ. താത്പര്യം, ധർമ്മസാധനമായ ശരീരത്തെ പോഷിപ്പിക്കേണ്ടത് അഥവാ പരിപാലിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ശ്രേയോമാർഗമായാലും പ്രയോമാർഗമായാലും ധർമാചരണമായാലും മോക്ഷസാധനകളായാലും എല്ലാത്തിനും ഈ ശരീരത്തിൻ്റെ ആനുകൂല്യം വേണം. എല്ലാത്തിനും ശരീരത്തിൻ്റെ ആനുകൂല്യം ഇല്ലാതെ ഒരു സാധനയും നടക്കില്ല. പക്ഷെ അതേ സമയത്ത് ഇത് എനിക്ക് ജീവിത ലക്ഷ്യത്തിലേക്ക് ഉയരുന്നതിനുള്ള വാഹനമാണെന്ന തിരിച്ചറിവില്ലാതെ, അഥവാ ഇത് യാത്ര ചെയ്യാനുള്ള ഒരു വാഹനം മാത്രമാണെന്ന് തിരിച്ചറിയാതെ കേവലം ഇതിൻ്റെ പോഷണത്തിന് വേണ്ടി മാത്രം ജീവിക്കുക, ശരീരത്തെ തന്നെ താലോലിക്കുക, അതിൻ്റെ പോഷണത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുക, അതിനെയാണ് ഇവിടെ ശരീരപോഷണാർത്ഥി, അതിനിച്ഛിക്കുന്നവൻ
നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ, നമ്മളിലേക്ക് തന്നെ നോക്കിയാൽ മതി. നമ്മുടെ ജീവിതയാത്രയിൽ എന്തിനെ ലക്ഷ്യമായി കണക്കാക്കുന്നുണ്ടോ, എല്ലാവരും മോക്ഷം ലക്ഷ്യമാക്കണം എന്നൊന്നും പറയുന്നില്ല. അത് ധർമ്മമോ മോക്ഷമോ എന്തോ ആവട്ടെ, ആ ലക്ഷ്യത്തിലേക്ക് ഉയരുന്നതിനുള്ള വാഹനമാണിത് എന്ന തിരിച്ചറിവോടുകൂടി ദേഹത്തെ പരിപാലിക്കുക. അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? അല്ല, കേവലം ദേഹതാതാത്മ്യത്തോടു കൂടി അതിനു വേണ്ടി, അതിനെ പോഷിപ്പിക്കാൻ വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത്? ഒരു കണക്ക് നമ്മളൊക്കെ എടുത്തു നോക്കിയാൽ മതി. രാവിലെ മുതൽ രാത്രി വരെയുള്ള വ്യവഹാരം, അഥവാ ഒരാഴ്ചയിൽ, ഒരു മാസത്തിൽ, അങ്ങനെ ഒരു കാലമാനം വെച്ചിട്ട് ഒരു കണക്കെടുക്കുക. ഇത് മറ്റൊരാളിലേക്ക് നോക്കി പറയേണ്ടുന്ന വിഷയമല്ല. ഇതിനെ നിലനിർത്താൻ വെള്ളം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, രോഗം വന്ന ഔഷധം കൊടുക്കണം, ഒക്കെ ശരിയാണ്. ആവശ്യത്തിന് ഉറക്കം കൊടുക്കണം, എല്ലാം വേണം. അങ്ങനെ ഈ യന്ത്രത്തെ വേണ്ടതുപോലെ നിലനിർത്തണം, പരിപാലിക്കണം. പുരുഷാർത്ഥത്തിനുള്ള പ്രവൃത്തി ചെയ്യാൻ സമർത്ഥമാക്കി നിലനിർത്തണം. എന്നാൽ അതിൽ കവിഞ്ഞ് ഇതിനെ പോഷിപ്പിക്കാൻ വേണ്ടി ഇത് തന്നെ ലക്ഷ്യം എന്ന രീതിയിൽ നമ്മൾ അറിയാതെ കഴിഞ്ഞു പോകുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ വിലയിരുത്തുക, വേറെ ആരോടും പറയരുത്. അങ്ങനെയുള്ള അവസ്ഥയിലാണ് പറയുന്നത് ശരീരപോഷണാർത്ഥിയായിട്ട് സൻ, അങ്ങനെയായിട്ട് ആത്മാനം ദിദൃക്ഷതി, യാതൊരാൾ ആത്മാവിനെ ദർശിക്കുവാൻ ഇച്ഛിക്കുന്നുവോ, ആത്മസാക്ഷാത്കാരം ഇച്ഛിക്കുന്നുവോ. അപ്പോൾ ഒരു ഭാഗത്ത് ആത്മസാക്ഷാത്കാര ഇച്ഛയുണ്ട്, മറ്റൊരു ഭാഗത്ത് ശരീര പോഷണാർത്ഥത്വവുമുണ്ട്. അങ്ങനെയുള്ള ആളെ കൊണ്ട് പറയുകയാണ്, ഗ്രാഹം ദാരുധിയാ ധൃത്വ. ഒരു മുതലയെ, ഗ്രാഹത്തെ ദാരുധിയ, ദാരു മരക്കഷ്ണം ആണെന്ന് വിചാരിച്ച് ഗ്രഹിച്ചിട്ട് നദീം തർത്തും സയിച്ചതി, അവൻ നദിയെ തരണം ചെയ്യാൻ ഇച്ഛിക്കുന്നു. അപ്പം നദിയെ തരണം ചെയ്യുന്ന ആള് ചില വലിയ മരക്കഷ്ണം പൊങ്ങിക്കിടക്കും വെള്ളത്തിൽ. ഇപ്പം മരക്കഷ്ണത്തെ ആശ്രയിച്ചിട്ട് നദീ തരണം ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. അയാൾക്ക് തോണിയില്ല, ചെങ്ങാടമില്ല, അത്ര നീന്തി കിടക്കാൻ മാത്രം പറ്റുന്ന വീതിയല്ല, അതിലധികം വീതിയുള്ള പുഴയുമാണ്. ആ സമയത്ത് വലിയൊരു മരത്തിൻ്റെ കഷ്ണമുണ്ട്, പൊങ്ങിക്കിടക്കുന്നു. അതിനെ ആശ്രയിച്ചാൽ അങ്ങോട്ട് നീന്തി മറുഭാഗത്തേക്ക് പോകാം. അങ്ങനെ ഒരു മരക്കഷ്ണമാണെന്ന് വിചാരിച്ചിട്ട് മുതലയെ പിടിച്ചു പോകുന്നു എന്നാണ് ഗ്രാഹം. മുതലയെ ധൃത്വ, ധരിച്ചിട്ട് പിടിച്ചിട്ട് നദീ തർത്തും സയിച്ചതി, നദിയെ തരണം ചെയ്യാൻ അവൻ ഇച്ഛിക്കുന്നു. അപ്പോൾ മരക്കഷ്ണം എന്ന് വിചാരിച്ച് മുതലയെ പിടിച്ച് അന്തണ്ടാവുക എന്നുള്ളത് നമ്മൾ പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് മുതലയെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, എല്ലാ ഭാഗം കൊണ്ടും ആക്രമിക്കാൻ കഴിയുന്ന ജന്തുവാണ് മുതല. അത് നമ്മൾ അങ്ങനെ വിഴുങ്ങും, വാലുകൊണ്ട് അടിച്ച് നമ്മളെ കൊല്ലും, പല രീതിയിൽ നമ്മെ ആക്രമിക്കാൻ പറ്റും. അങ്ങനെ ഏത് ഭാഗം കൊണ്ട് നമ്മെ ആക്രമിക്കാൻ കഴിയുന്ന മുതലയുടെ ഉദാഹരണം പറഞ്ഞത് അത്രയും മുക്തി അസാധ്യമാണ് എന്ന് കാണിക്കാനാണ്. ഈ പറഞ്ഞതുകൊണ്ട് ശരീരത്തെ പരിപാലിക്കേണ്ട എന്നാരും അർത്ഥം എടുക്കരുത്. ധർമ്മസാധനം ശരീരമാണ്. ഉപനിഷത്ത് തന്നെ യജ്ഞനിർവഹണത്തിലൂടെ സജ്ജനങ്ങൾ പ്രാപിക്കുന്ന പരമമായ മോക്ഷത്തെ, സ്വർഗലോകത്തെയും ആത്മവിജ്ഞാനം കൊണ്ട് പ്രാപിക്കുന്ന മോക്ഷത്തെയും ഒരുപോലെ പ്രാപിക്കാൻ ഇതുകൊണ്ട് സാധിക്കും എന്ന് വെച്ചാൽ അർത്ഥം, ഏത് സാധനാമാർഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിലും ശരീരം അനിവാര്യമാണ്, അതിനെ പരിപാലിക്കണം. പക്ഷേ അറിയാതെ നമ്മുടെ കാഴ്ചപ്പാട് മാറിപ്പോകും. ഇതിനെ കേമാക്കി വെക്കുക, ഇതിനു വേണ്ടി ജീവിക്കുക, നമ്മുടെ ദൃഷ്ടിയിൽ ഇതിനെ സുന്ദരമാക്കുക. അവിടെ പ്രത്യേകം നമ്മുടെ ദൃഷ്ടിയിൽ ഇതിനെ സുന്ദരമാക്കുക.
ശരീരത്തെ സുന്ദരമാക്കാൻ എന്താ വഴി? ഒറ്റ വഴിയുള്ളൂ, മനസ്സ് ശുദ്ധമായിരിക്കുക. മനസ്സിൽ കുശുമ്പില്ലാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ശരീരത്തെ സുന്ദരമാക്കി വയ്ക്കാൻ വഴിയുള്ളൂ. പക്ഷെ അത് നമ്മൾ മറന്നുപോകും. അവിടെ എവിടെയും പോകുക, അതും ഇതും വാരി പൂശുക, എന്ത് ചെയ്യാനും നമ്മൾ തയ്യാറാണ്. അതാണ് ശരീര പോഷണാർത്ഥിയാവുക ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ആത്മജ്ഞാനവും ഇച്ഛിക്കുക. എങ്കിൽ വരമാണെന്ന് വിചാരിച്ച് മുതലയെ പിടിച്ച് നദിയെ തരണം ചെയ്യുന്നത് പോലെയാണ്, അസാധ്യമാണെന്നർത്ഥം. വ്യക്തമാണല്ലോ ആശയം? നോക്കൂ, ശരീര പോഷണാർത്ഥി ആത്മാനം ദിദൃക്ഷതേ ഗ്രാഹം ദാരുധിയാ ധൃത്വാ നദീം തർത്തും സ ഇച്ഛതേ മോഹ ഏവ മഹാമൃത്യു മുമുക്ഷോർവപുരാദിഷു മോഹ ഏവ മഹാമൃത്യു മുമുക്ഷോർവപുരാദിഷു മോഹോ വിനിർജിതോ യേന സമുക്തിപദമർഹതേ. പറയാണ്, മോഹ ഏവ മഹാമൃത്യു മുമുക്ഷോർവപുരാദിഷു മോഹോ വിനിർജിതോ യേന സമുക്തിപദമർഹതേ. വാസ്തവത്തിൽ മോഹക്ഷയമാണ് മോക്ഷം. മോഹക്ഷയം മോക്ഷം. ഉപനിഷത്തും മുക്തൻ്റെ സ്വരൂപത്തെ പറയാൻ വേണ്ടി തത്ര കോ മോഹക ശോക ഏകത്വം അനുപശ്യത എന്നാണ് ചോദിക്കുന്നത്. ഏകത്വത്തെ ദർശിക്കുന്ന ആ വിജ്ഞാനിക്ക് എന്ത് ശോകം, എന്ത് മോഹം? താല്പര്യം അയാൾക്ക് ശോകമോഹങ്ങളില്ല. ഈ ശോകമോഹങ്ങളുടെ അഭാവത്തെയാണ് മോക്ഷമായിട്ട് ശാസ്ത്രം പറയുന്നത്. അല്ലാതെ മോക്ഷം നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചതാണ്, ലോകാന്തരത്തിൽ പോകലോ മരണാനന്തരം ലഭിക്കലോ ഒന്നുമല്ല. ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ സർവശോകമോഹങ്ങൾക്കും ഉപരിയുള്ള സ്ഥിതി, അതാണ് മോക്ഷം. അപ്പോൾ ശോകം എന്ന് പറയുമ്പോൾ മോഹവും, മോഹം എന്ന് പറയുമ്പോൾ ശോകവും അതിൽ ഉൾക്കൊള്ളും. എന്താ മോഹം? ശരിയും തെറ്റും തിരിച്ചറിയാത്ത, ഒന്നുമേ തിരിച്ചറിയാത്ത അവസ്ഥയാണ് മോഹം. വേണ്ടതെന്ത്, വേണ്ടാത്തതെന്ത്, പറയേണ്ടതെന്ത്, പറയരുതാത്തതെന്ത്, ചെയ്യേണ്ടതെന്ത്, ചെയ്യരുതാത്തതെന്ത്, അങ്ങനെ ഒന്നിനെക്കുറിച്ചും തിരിച്ചറിവില്ലായിക എന്നുള്ളതാണ് മോഹം. നിത്യമെന്ത്, അനിത്യമെന്ത് ഒന്നും അറിയില്ല. ഈ തിരിച്ചറിവില്ലായ്മ ആകുന്ന മോഹം, അഥവാ മോഹത്തിൽ നിന്നുണ്ടാവുന്ന ശോകം. അതിനോടൊപ്പം നമുക്ക് ദുഃഖം, ഭയം ഇത്യാദി ഒക്കെ പറയാം. ദുഃഖം, ഭയം എല്ലാം പറയാം. ശോകം പറഞ്ഞാൽ അതെല്ലാം അന്തർഭവിച്ചു. ഈ ശോകമോഹങ്ങളുടെ നിവൃത്തി, അതാണ് മോക്ഷം. അതുകൊണ്ട് പറയുന്നു, മോഹയേവ മഹാമൃത്യു. മഹാമൃത്യു എന്ന് പറഞ്ഞാൽ മോഹമാണ്, മഹാമരണം. എന്താണ് മരണം? മരണം എന്ന് പറഞ്ഞാൽ മോഹമാണ്. അതെങ്ങനെ പറയും? മരണം എന്ന് പറഞ്ഞാൽ ശരീരം പോകുന്നതല്ലേ, അതാണ് സാമാന്യാർത്ഥം, സമ്മതിച്ചു. പക്ഷെ വിശേഷബുദ്ധിയോട് കൂടിയ മനുഷ്യനെ സംബന്ധിച്ച് തിരിച്ചറിവില്ലാതെ അജ്ഞാനിയായി കഴിയുന്നതാണ് മരണം. അത് മോഹയേവ മഹാമൃത്യു. ആരെ സംബന്ധിച്ച്? നിങ്ങൾ പറഞ്ഞത് ശരിയല്ലല്ലോ, മോഹമല്ലല്ലോ മൃത്യു. പ്രാരബ്ധക്ഷയത്തിൽ ശരീരം പോകുന്നതല്ലേ മൃത്യു എന്ന് സംശയം. മോഹഗ്രസ്തരായവരും ജീവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ, മോഹത്തോടു കൂടി ലോകത്തിൽ ജീവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മോഹമാണ് മരണം എങ്ങനെ പറയും? ചോദ്യം. അവിടെ മറുപടി മുമുക്ഷുവിന് എന്നാണ്. എല്ലാവരെ സംബന്ധിച്ചും മോഹമാണ് മരണം എന്ന് പറയാൻ പറ്റില്ല. മോഹമാണ് മുമുക്ഷുവെ സംബന്ധിച്ച് മരണം. മുമുക്ഷു എന്ന് പറഞ്ഞാൽ മോക്ഷേച്ചു, എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം മോക്ഷമാണ്, എൻ്റെ ജീവിത ലക്ഷ്യം എല്ലാ പരിമിതികളിൽ നിന്നുമുള്ള മോചനമാണ്. അഥവാ
കുറേ കൂടി സ്വീകാര്യമായ പദം പറഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളിൽ നിന്നുമുള്ള, എല്ലാ പരിമിതികളിൽ നിന്നുമുള്ള മോചനമാണ് എൻ്റെ ജീവിത ലക്ഷ്യം. ഈ ദൃഢമായ അവബോധമുള്ളവനും അതിനനുസരിച്ച് ഇച്ഛിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നവനുമാണ് മുമുക്ഷു. അപ്പോൾ മുമുക്ഷുവിനെ സംബന്ധിച്ച് മോഹമാണ് മഹാമൃത്യു. അവിടെ പ്രത്യേകിച്ച് ഭാഷ്യകാരൻ പറയുകയാണ്, വപുരാദിഷു, വപുസ് തുടങ്ങിയവയിൽ. വപുസ് എന്ന് പറഞ്ഞാൽ ശരീരം, ഈ ശരീരം. ഇപ്പൊ ശരീരം തുടങ്ങിയവയിൽ എന്താ മോഹം വരുന്നേ? ഏത് കൊച്ചുകുട്ടിക്കും അറിയാം ഇതെൻ്റേതാണ്, പക്ഷെ അറിയാതെ ഇത് തന്നെ ഞാൻ തോന്നിപ്പോകുന്നു. അതാണ് മോഹം. ഏത് കൊച്ചുകുട്ടിക്കും അറിയാം ഇതെൻ്റേതാണ്, എൻ്റെ ശരീരം എന്നറിയാം. ഏത് ബാലനും അറിയാം. ബാലൻ എന്ന് പറഞ്ഞാൽ അവിവേകി. ഏത് അവിവേകിയായിട്ടുള്ള ആൾക്കും അറിയാം. പക്ഷേ അറിയാതെ ജീവിതത്തിൽ നമുക്ക് തോന്നിപ്പോവാണ് ഇത് തന്നെയാണ് ഞാൻ. അപ്പം അതിനോടനുബന്ധമായിട്ട് മറ്റു പലതും വരും. ഞാനാണ്, ഞാൻ പെണ്ണ്, ഞാൻ സന്യാസി, ഞാൻ ഗൃഹസ്ഥൻ ഇത്യാദിയൊക്കെ വരും. അങ്ങനെ ഒരിക്കലും താനല്ലാത്ത ശരീരാദികളിൽ താനാണെന്ന് തോന്നുന്നു. അതാണ് മോഹം. അപ്പം ശരീരാദി എന്ന് പറഞ്ഞാലോ, ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇങ്ങനെ അകത്തോട്ട്. ഇനി പുറത്തോട്ടോ, ശരീരവുമായി ബന്ധപ്പെട്ടതിൽ എന്തെല്ലാം ശരീരമായി ബന്ധപ്പെട്ടിട്ട്, എൻ്റെ അത്, എൻ്റെ ഇത്, എൻ്റെ ഇന്നാള്, എൻ്റെ അന്നാള്, അല്ലെ ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെ ശരീരം തുടങ്ങിയ ഉപാധികളിലുള്ള തിരിച്ചറിവില്ലായ്മ, അതാണ് മുമുക്ഷുവെ സംബന്ധിച്ച് മോഹയേവ മഹാമൃത്യു. അങ്ങനെയാണെങ്കിൽ മോക്ഷമോ? ശരീരാദി ഉപാധികളിൽ ഈ മോഹം നഷ്ടപ്പെടലാണ് മോക്ഷം, മറ്റൊന്നല്ല. മോഹോ വിനിർജിതോ യേന, യേന യാതൊരാളാൽ, മോഹ വിനിർജിത, മോഹം ജയിക്കപ്പെട്ടോ, യാതൊരാളാൽ മോഹം ജയിക്കപ്പെട്ടോ, സ മുക്തിപദം അർഹതി, അവൻ മുക്തിപദത്തെ അർഹിക്കുന്നു, അവൻ മുക്തനായിത്തീരുന്നു. സ മുക്തിപദം അർഹതി, അവൻ മുക്തിപദം അർഹിക്കുന്നു, അവൻ മുക്തനായിത്തീരുന്നു. അപ്പം എന്താണ് ബന്ധം, എന്താണ് മോക്ഷം അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ശരീരാദി ഉപാധികളിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള താതാത്മ്യത്തോടു കൂടി യാതൊരു മോഹത്തിൽ കഴിയുന്നുണ്ടോ അതുതന്നെയാണ് മരണം. ഈ മോഹം ആരാ ജയിക്കപ്പെട്ടിട്ടുണ്ടോ അവനാണ് മുക്തൻ. ഈ പറഞ്ഞതിലൂടെ ആര് താൻ എന്ന വിചാരം നല്ല ദൃഢമായി ചെയ്ത് തൻ്റെ എന്ന് മനസ്സിലാക്കുന്ന ഉപാധികളെ വേർതിരിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക. നോക്കൂ, മോഹയേവ മഹാമൃത്യു മുമുക്ഷോർവപുരാദിഷു മോഹോ വിനിർജിതോ യേന സ മുക്തിപദമർഹതേ. അതുകൊണ്ട് മോഹം ജഹി മഹാമൃത്യും ദേഹധാരസുതാദിഷു യം ജിത്വാ മുനയോ യാന്തി തദ്വിഷ്ണോ പരമം പദം. അതുകൊണ്ട് ഉപദേശിക്കുകയാണ്, മോഹം ജഹി മഹാമൃത്യും ദേഹധാരസുതാദിഷു യം ജിത്വാ മുനയോ യാന്തി തദ്വിഷ്ണോ പരമം പദം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരോട് ഉപദേശിക്കുകയാണ്, മോഹം ജഹി. ജഹി എന്ന് പറഞ്ഞാൽ നീ ഉപേക്ഷിക്കൂ, നീ ഉപേക്ഷിക്കൂ. ഉപേക്ഷിക്കൂ എന്നല്ല,
ജഹി എന്ന് പറയുമ്പോൾ അത് മധ്യമപുരുഷ പ്രയോഗമായതുകൊണ്ട് നേരെ നമ്മളോടൊരു വ്യക്തിയോട് ഉപദേശിക്കുമ്പോഴേ ജഹി എന്ന് പറയൂ. നീ ഉപേക്ഷിക്കൂ, നീ അതിക്രമിക്കൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഒന്നിനെയും കെട്ടിവരിഞ്ഞ് ഉപേക്ഷിക്കാൻ കഴിയില്ല. എന്നല്ല, എന്തിനെ ഉപേക്ഷിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ അതായിരിക്കും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ അർത്ഥം അതിക്രമിക്കുക എന്നാണ്. ഒന്നിനെ നമ്മൾ അതിക്രമിക്കുമ്പോൾ അത് നമ്മെ സംബന്ധിച്ച് അപ്രസക്തമാകും, അപ്രസക്തമാകുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ടതാകും. വേറെ വഴിയില്ല. അങ്ങനെ നീ മോഹത്തെ ഉപേക്ഷിച്ചാലും അതിക്രമിച്ചാലും എന്തിനെ? മഹാമൃത്യും. മോഹമാണ് മഹാമൃത്യു എന്ന് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു. മോഹേവ മഹാമൃത്യു മുമുക്ഷോഹോ എന്ന് നേരത്തെ പറഞ്ഞു. അതിന് തുടർച്ചയാണിത്. അപ്പം മഹാമൃത്യുവാകുന്ന മോഹത്തെ നീ ഉപേക്ഷിക്കൂ. അവിടെ പ്രത്യേകിച്ച് ചിലതിനെ പറയുന്നു. ഈ പറഞ്ഞതുകൊണ്ട് ഇതിൽ ഒതുക്കി പറയണമെന്ന് പറയുന്നില്ല. ചിലത് മാത്രം പറയുന്നു. ദേഹ ദാര സുതാദിഷു. ദേഹം, ദാരം, സുത തുടങ്ങിയവരിൽ. ദേഹം തന്നെ, നമ്മുടെ ശരീരം. നേരത്തെ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് എൻ്റെ ശരീരത്തിൽ ഞാനെന്ന് തോന്നിപ്പോകുന്നത്. എനിക്ക് ജീവിതയാത്രയ്ക്കുള്ള ഒരു വാഹനമാണിത്, അതിനെ വേണ്ട രീതിയിൽ പരിപാലിക്കണം, അതിൽ യാതൊരു സന്ദേഹവും ഇല്ല. പക്ഷെ അറിയാതെ ഇതിനു വേണ്ടി മാത്രമായി പോകുന്നു നമ്മൾ പലപ്പോഴും. വേറെ ആരോടും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളൊരു ദിവസം ചെലവഴിക്കുന്ന സമയം ഇതിനു വേണ്ടി എത്ര എന്ന് നോക്കിയാൽ മതി. അതുപോലെ ദാരം എന്ന് പറഞ്ഞാൽ പത്നിയാണ്. സത്യസന്ധമായി പറയട്ടെ, എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാ ദാരം എന്നുള്ളതിൻ്റെ സൂക്ഷ്മാർത്ഥം. പത്നി എന്ന് പറഞ്ഞാൽ അറിയാം, മഹത്തായ ലക്ഷ്യത്തിലേക്ക് ഒന്നിച്ച് സഞ്ചരിക്കുന്നവളാണ് പത്നി, സഞ്ചരിക്കുന്നവനാണ് പതി. ഭാര്യ എന്ന് പറഞ്ഞാൽ അറിയാം, ഭരിക്കപ്പെടുന്നവളാണ്. അതാരാ എന്താണെന്ന് ചോദിക്കേണ്ട, എന്തായാലും വാക്കിൻ്റെ അർത്ഥമാണ്. അല്ലെങ്കിൽ ധർമ്മത്തിൽ ഒന്നിച്ച് ചരിക്കുന്നവളാണ് സഹധർമ്മിണി. തനിക്ക് ആയിക്കൊണ്ട് പുത്രനെ പുത്രിയെ ഉത്പാദിപ്പിക്കുന്നവളാണ് ജായ. ഇങ്ങനെയൊക്കെ പ്രസിദ്ധങ്ങളാണ്. പക്ഷെ ദാരം എന്നുള്ളത് വളരെ പ്രസിദ്ധമായ ശബ്ദമാണ് പത്നിക്ക്. അത് നപുംസകലിംഗമാണ്. അതതിൻ്റെ ഒരു വിശേഷം. പത്നി എപ്പോഴും സ്ത്രീയാണല്ലോ, ജായ ഭാര്യ എപ്പോഴും സ്ത്രീയാണല്ലോ. പക്ഷെ ദാരം എന്നുള്ള ശബ്ദം നപുംസകമാണ്. ദൃ എന്നുള്ള ധാതുവിന് തുളയ്ക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ദാരം ഈ തുളയ്ക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിലാണോ വന്നത്? അറിയില്ല കേട്ടോ. അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അനുഭവമുള്ളവർ വിലയിരുത്തി പറയേണ്ടതാണ്. ഈ തുളയ്ക്കലുണ്ടല്ലോ, അതാ മനസ്സിലായില്ല. ഒറ്റയ്ക്കാകുമ്പോൾ തുളയ്ക്കുക, മറ്റുള്ളവരുടെ മുമ്പിലാകുമ്പോൾ ഒന്നുമില്ല, ചിരിച്ചു നല്ല മുഖമൊക്കെ കാണിക്കും. അത് കഴിഞ്ഞാൽ അപ്പോൾ തുളയ്ക്കാൻ തുടങ്ങും. അങ്ങനെ വല്ല സൂക്കേടുള്ളവരാണോ ദാരം? അറിയില്ല. സ്വാമി അങ്ങനെ പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് ആർക്കും ദേഷ്യം പിടിക്കുകയും വേണ്ട. നമുക്കറിയില്ല എന്നാ പറയുന്നത്. എന്തായാലും ദാരം എന്ന് വാക്കുണ്ട്. ദാരം എന്നുള്ളത് തുളയ്ക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിൽ ഉണ്ടായതാവാനാണ് സാധ്യത. അത്രേ പറഞ്ഞിട്ടുള്ളൂ, സാധ്യത. മക്കള്, സുതാദിഷു, മക്കള് തുടങ്ങിയ. മക്കളെ സ്നേഹിക്കണം, മക്കൾക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം, ഒക്കെ വേണം. അതിൽ കവിഞ്ഞ് മക്കളോന്നും പറഞ്ഞ് ഇരുന്നിട്ട് എന്ത് കാര്യം? മക്കൾക്ക് വളരാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, യാതൊരു സംശയമില്ല. വളർത്താൻ പറ്റുമോ? അറിയാത്തോട് ചോദിക്കുക. ആർക്കെങ്കിലും മക്കളെ വളർത്താൻ കഴിയുമോ? എന്തെങ്കിലും പറയും. ചിലരൊക്കെ പറയാറുണ്ട്, നിന്നെ ഞാൻ വളർത്തിയതാ, ഇത്ര കൊല്ലം നിന്നെ ഞാൻ വളർത്തി വലുതാക്കിയതാ, അത് നീ മറക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. നമുക്കൊരു ഓർഗാനിക് കോശം, ഒരു ഓർഗാനിക് സെൽ വളർത്താൻ കഴിയുമോ? കഴിയിച്ച് ആരെങ്കിലും പറയും. ഒരു പുൽക്കൊടി വളർത്താൻ കഴിയുമോ? പിന്നെയല്ലേ ഒരു മനുഷ്യനെ വളർത്താൻ കഴിയുന്നത്. പക്ഷെ പൊതുവെ അങ്ങനെ ധാരാളം നമ്മളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ 10 മാസം വയറ്റിലിട്ട് വളർത്തിയതാ ഞാൻ.
ഒന്നുമില്ല, നിന്നെ ജനിപ്പിച്ച ജനകനാണ് ഞാൻ, നീ മറക്കണ്ട എന്ന് അച്ഛൻ. നിന്നെ പോറ്റി വലുതാക്കിയതാ ഞാൻ, മറക്കണ്ട അമ്മ. ഒക്കെ ശരിയാ, അല്ലെന്ന് പറഞ്ഞില്ല. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു സമയം ഒരു പുരുഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ബീജങ്ങളുടെ എണ്ണം എത്ര? ദശലക്ഷക്കണക്കിനാണ്. ദശലക്ഷക്കണക്കിന്, നമുക്കറിയില്ല എത്രയാണ്. ലക്ഷക്കണക്കിന് ബീജങ്ങളാണ് ഒരേ സമയം ഒരു പുരുഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ അച്ഛനിൽ നിന്ന് അമ്മയുടെ ശരീരത്തിലേക്ക് പോയപ്പോൾ എൻ്റെ കൂടെ ലക്ഷക്കണക്കിന് ജീവങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഒരു കണക്കെടുക്കുക, വെറുതെ പറയുക, ഒരു 10 ലക്ഷം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. എന്തുകൊണ്ട് ഞാൻ മാത്രം അണ്ടത്ത് കയറി? എന്തുകൊണ്ട് ബാക്കി 9,99,999 പരാജയപ്പെടുകയും ചത്തുപോവുകയും ചെയ്തു? അവർക്ക് ശക്തിയില്ലായിരുന്നോ? ഉണ്ടല്ലോ. കുറേ എണ്ണത്തിന് ശക്തി കുറവായിരിക്കും, അത് വഴിയിൽ തന്നെ ചാവും. പക്ഷേ ഏറ്റവും അധികം നിരാശരായി ചാകുന്നവരാണ് കൂടുതൽ. ഒരു 60% ബീജങ്ങളും നിരാശരായിട്ടാണ് ചാവുക. അണ്ടത്തെ പ്രാപിക്കാൻ കഴിയാതെ ചത്തുപോകും. എന്തുകൊണ്ട് ഞാൻ പ്രാപിച്ചു? എന്തുകൊണ്ട് എൻ്റെ എന്ത് പേരാ വിളിക്കേണ്ടതെന്നല്ല, സഹോദരൻ എന്ന് പറയാൻ പാടില്ല, സഹോദരങ്ങൾ എന്ന് പറയാൻ പാടില്ല, ഉദരത്തിലെത്തിയിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ ആൾക്കാർ, എൻ്റെ സഖാക്കൾ എന്തുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ചത്തുപോയി, ഞാൻ മാത്രം അമ്മയുടെ അണ്ടത്തെ പ്രാപിച്ചു? ആർക്കെങ്കിലും ഈ കൂട്ടത്തിൽ വ്യാഖ്യാനം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. പ്രാരബ്ധം ശരി, അതൊക്കെ ശരി, എൻ്റെ പ്രാരബ്ധം കൊണ്ട് ഞാൻ കയറി, അത് ശരിയാ. എന്തുകൊണ്ട് മറ്റവരൊക്കെ ചത്തുപോയി എന്നാ ചോദ്യം. ഇതൊരു അത്ഭുതമാണ്. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, ഞാനാണ് നിന്നെ ഉണ്ടാക്കിയത്. അച്ഛൻ്റെ അടുത്ത് ഒന്നിച്ച് പറഞ്ഞ 10 ലക്ഷം വന്നിട്ടുണ്ട്, ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇരട്ടകളില്ല. 2 ആയാലും ട്രിപ്ലക്സ് ആയാലും അത് ഭ്രൂണത്തിലാണ് വിഭജനം വരുന്നത്. പിതാവ് ഒന്നാണ്, മാതാവ് ഒന്നാണ്. അത് എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റിലാണ് വിഭജിക്കപ്പെടുന്നത്. മഹാത്ഭുതമല്ലേ? അത് പോട്ടെ. ഏതായാലും അമ്മേൻ്റെ ഉള്ളിൽ കയറി പറ്റി. ഒന്ന് ആലോചിച്ച് നോക്കൂ, അധോമുഖമായൊരു പാത്രം. ഊർധ്വമുഖമാണെങ്കിൽ തിരക്കിടില്ല, മുകളിലേക്ക് അത് ആലോചിച്ചാൽ തിരക്കിടില്ല. അധോമുഖമാണ്, നേരെ അധോമുഖം. ഇനി ആരും നേരെ അധോമുഖം അല്ല എന്ന് പറഞ്ഞേക്കരുത്. സ്വാമിക്ക് സ്ത്രീ ശരീരത്തെക്കുറിച്ച് അറിയാഞ്ഞിട്ടാന്ന് പറഞ്ഞേക്കരുത്. ഒരു സംശയമില്ല, ഗർഭപാത്രം അധോമുഖമാണ്. അകത്ത് ജലമയമായ പാത്രം, അതിൽ പിണ്ടത്തോടു കൂടിയ ഞാൻ ഇരിക്കുക 280 ദിവസം. എന്തൊരത്ഭുതം അത് ഭഗവാനെ! ഈ ലോകത്ത് ആർക്ക് സാധിക്കും? ഏത് മാജിക്കാരന് സാധിക്കും ഇത് അവിടെ നിർത്താൻ എന്ന് പറഞ്ഞു തരും. ആ അമ്മയാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യണത്? ഗർഭിണി ചാടുന്നു, ഓടുന്നു, എല്ലാ ജോലിയും ചെയ്യുന്നു, മദ്യപിക്കുന്നു, MDMA, കഞ്ചാവ് എല്ലാം ഉണ്ട്. എന്നതൊന്നുമില്ല, എന്നിട്ടും അകത്തിരിക്കുക. ഇതെന്തൊരു അത്ഭുതമാണ്. അപ്പോഴമ്മ പറഞ്ഞു, ഞാനാണ് നിന്നെ 10 മാസം വയറ്റിലിട്ട് പോറ്റിയത്. ശരിയാണ്. അവിടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ പിണ്ടം നന്ദി ഒന്ന് വായിച്ച് പഠിക്കുക. ആ പിണ്ടം മഹേശ്വരനോട് കൃതജ്ഞത പറയുന്ന, നന്ദി പറയുന്ന ഭാഗമാണ്. അത് ഓർമ്മിച്ചാൽ നല്ലതാണ്. അപ്പം മക്കളെ സ്നേഹിക്കേണ്ടെന്ന് ഇതൊക്കെ പറഞ്ഞ് മക്കളെ സ്നേഹിക്കാതിരിക്കാനല്ല, മക്കളെ സ്നേഹിക്കണം, വേണ്ടാന്ന് പറയില്ല. പക്ഷെ അതിൽ കവിഞ്ഞ് ഈ താതാത്മ്യം, സംഘം, അത് വേണ്ട. അവർക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. അവരുണ്ടെങ്കിലേ ഞാനുള്ളൂ എന്നുള്ള ചിന്ത വേണ്ട. ഓരോരോ വ്യക്തിയുടെ പ്രാരബ്ധം കഴിഞ്ഞാൽ അവരവർ പോകും. അത് മകനായാലും മകളായാലും അച്ഛനായാലും അമ്മയായാലും. ഇവിടെ കൂട്ടുകൃഷി, കൂട്ടുകച്ചവടം ഒന്നുമില്ല. ഉണ്ടോ? അറിയില്ല, ഒന്നുമില്ല. നിങ്ങൾ ദുഷ്ടത പറയാണ് സന്യാസിയായിട്ട് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ സാരമില്ല, മാറ്റി പറയാൻ തയ്യാറില്ല. ദുഷ്ടതയൊന്നും അല്ല, യാഥാർത്ഥ്യമാണ്. സ്നേഹം വേണ്ടെന്ന് സ്നേഹം വേണം. വളരാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കണം.
തന്നാൽ കഴിയുന്നതിൻ്റെ പരമാവധി. അതിൽ കവിഞ്ഞ് മോഹഗ്രസ്തരായി പോകണ്ട. അങ്ങനെ ആയാൽ നാളെ ദുഃഖിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കേണ്ട. പ്രതീക്ഷിച്ചോ ദുഃഖിക്കും, ഉറപ്പാണ്. നാളെ കുഞ്ഞ് വലുതായി എനിക്ക് ഇങ്ങോട്ട് എന്നെ ഇങ്ങനെ നോക്കും, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് നൽകും, എന്നെ ഇങ്ങനെ പരിപാലിക്കും എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പ് ദുഃഖിക്കേണ്ടി വരും. ഉണ്ടെങ്കിൽ മെച്ചം, ഇല്ലെങ്കിൽ മെച്ചം, അത്രയേ ഉള്ളൂ. അതിലായിരിക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാട്ടോ. ഏകപക്ഷീയമായൊരു പ്രസംഗമായിട്ട് എടുക്കണ്ട. അതുകൊണ്ട് ആദിഷു തുടങ്ങിയവയിൽ, തുടങ്ങിയവ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ എന്തൊക്കെയായിരിക്കും? പലതിലും, ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ടതിൽ, നമ്മൾ ധരിക്കുന്ന വസ്തുക്കളിൽ, നമ്മൾ ഇരിക്കുന്ന ഇടങ്ങളിൽ ഒക്കെ നമുക്ക് മോഹം വരാം. ഉപയോഗിക്കുന്ന കരണങ്ങളിൽ, ഉപകരണങ്ങളിൽ ഒക്കെ മോഹഗ്രസ്തരാവാം. എല്ലാത്തിനും. അതുകൊണ്ട് മോഹം ജഹി മഹാമൃത്യും ദേഹദാര സുതാദിഷു. ഇവിടെ പുരുഷനായ ശിഷ്യനോട് പറയുന്നത് കൊണ്ടാണ് ദാരം എന്ന് പറഞ്ഞത്. സ്ത്രീയോടാണ് പറയുന്നതെങ്കിൽ തിരിച്ച് ഭർത്തൃന്നോ പതിന്നോ എന്തെങ്കിലും ആക്കണം. സ്വത്ത്, അത് ഇത്, പേര്, പ്രശസ്തി, പലതും ആവാം. യം ജിത്വ, യാതൊന്നിനെ ജയിച്ചിട്ട്. യാതൊന്നിനെ ജയിച്ചിട്ട് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മോഹത്തെ ജയിച്ചിട്ട്. മുനയഹ യാന്തി, മുനിമാര്, മനനശീലന്മാര്, സത്യവിചാരം ചെയ്യുന്നവര്, യാന്തി പോകുന്നു. എങ്ങോട്ട്? തദ് വിഷ്ണോഹ പരമം പദം, അത് വിഷ്ണുവിൻ്റെ പരമപദമാണ്. വിഷ്ണു വ്യാപനശീലൻ, സർവവ്യാപിയായിരിക്കുന്ന പരമാത്മതത്വത്തെ വിഷ്ണു ശബ്ദം കൊണ്ട് പറയുന്നു. വ്യാപനശീലൻ, വേവേഷ്ടി സർവം ഇതി വിഷ്ണു. എല്ലാത്തിനെയും അതിശയേന വ്യാപിച്ചിരിക്കുന്നവൻ വിഷ്ണു. അകം പുറം ഭേദമില്ലാതെ സർവത്തിലും സർവഥാ വ്യാപിച്ച് നിലകൊള്ളുന്ന തത്വമാണ് വിഷ്ണു തത്വം. അവിടെ തൻ്റെ പരിമിതികൾ താനേ ഒഴിഞ്ഞു. കാരണം നമ്മൾ ദേശം, കാലം എന്നിവയാൽ പരിമിതമാണെന്ന ഭാവന ഉള്ള കാലത്തോളമാണ് മരണം. ഞാൻ പരിമിതമാണ്, പരിമിതനായ ശരീരമാണ് എന്ന ധാരണ ഉള്ള കാലത്തോളം മരണമുണ്ട്. അതിനെ നിഷേധിക്കാൻ പറ്റില്ല. എന്നാൽ എവിടെ വ്യാപനശീലത്വം, ഞാൻ പരിമിതനല്ല എന്ന ബോധം വന്നോ, അത് മുക്തിയാണ്. തദ് വിഷ്ണോഹ പരമം പദം യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. യാതൊന്നിനെ പ്രാപിച്ചാൽ പിന്നെ പിന്തിരിയുന്നില്ലയോ, അതാണ് എൻ്റെ പരമമായ ധാമം, സ്വരൂപം, സ്ഥാനം. യത് പ്രാപ്യന നിവർത്തന്തേ തദ് വിഷ്ണു പരമം പദം. യാതൊന്നിനെ പ്രാപിച്ച് പിന്നെ തിരിയുന്നില്ലയോ, അത് വിഷ്ണുവിൻ്റെ പരമപദമാണ് എന്നിങ്ങനെ ശ്രുതി സ്മൃതികളിലൊക്കെ കാണാം. അതുകൊണ്ട് മോഹമാണ് ബന്ധനം, മോഹമുക്തിയാണ് മോക്ഷം. ഇതാണ് ഈ പറഞ്ഞ ഭാഗത്തിൻ്റെ താത്പര്യം. നോക്കൂ, മോഹ ഏവ മഹാമൃത്യു മോക്ഷോപുരാദിഷു മോഹോ വിനിർജിതോ യേന സമുക്തിപദമർഹതി. മോഹം ജഹി മഹാമൃത്യു ദേഹദാരസുതാദിഷു യം ജിത്വാ മുനയോ യാന്തി തദ് വിഷ്ണു പരമം പദം. ഇനി ഇവിടെ തുടർന്ന് തന്നെ ഉപാധികളിൽ നിന്ന് വേർതിരിക്കണം. അതാണല്ലോ ഇപ്പോൾ ഉപാധികളിലുള്ള മോഹം വെടിയണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഉപാധികൾ എന്തൊക്കെയാണെന്ന് അറിയണം. പ്രധാനമായി സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം എന്നിവയാണ് ആദ്യം ചിന്തിക്കേണ്ടത്. അപ്പോൾ സ്ഥൂല ശരീരത്തെ ചിന്തിച്ചിട്ട് ആ സ്ഥൂല ശരീരത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടോ അതിനെക്കുറിച്ച് ആലോചിച്ച് ഇത് ഞാനാണോ എന്നാലോചിക്കുക. അത് കഴിഞ്ഞാൽ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുക. സൂക്ഷ്മ ശരീരം ഞാനാണോ എന്നാലോചിക്കുക. ഇത് കൊച്ചുകുട്ടിക്കും അറിയാമല്ല എന്നതാണെന്ന് അറിയാം, എങ്കിലും ഒന്നുകൂടി നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. ആദ്യം തന്നെ സ്ഥൂല ശരീരത്തെ എടുക്കുകയാണ്. എന്താണ് ഈ സ്ഥൂല ശരീരം? ത്വങ്മാംസരുധിരസ്നായു
മേധോ മജ്ജാസ്തി സങ്കുലം പൂർണ്ണം മൂത്രപുരീഷാഭ്യാം സ്ഥൂലം നിന്ദ്യമിദം വപുഃ ത്വം മാംസരുധിരസ്നായു മേധോ മജ്ജാസ്തി സങ്കുലം പൂർണ്ണം മൂത്രപുരീഷാഭ്യാം സ്ഥൂലം നിന്ദ്യമിദം വപുഃ ത്വം മാംസരുധിരസ്നായുമേധോ മജ്ജാസ്തി സങ്കുലം. ഒറ്റ വാക്കാണ്, ഒറ്റ വാക്ക്, മുറിക്കാൻ പറ്റില്ല. ത്വക്ക്, തൊലി, തൊലി, ഈ പുറമെ കാണുന്ന സാധനം. ഇത് കണ്ടിട്ടാണ് എല്ലാവരും പല ഭേദങ്ങൾ കൽപ്പിക്കുന്നത്, ഇല്ലേ? അതെ, ത്വക്ക് ഇതിനെ പല ലെയറായിട്ടുണ്ട്, അവിടെ നിൽക്കട്ടെ. എന്തായാലും ത്വക്ക്. മാംസം, മാംസം തന്നെ, ഇതിൻ്റെ ഉള്ളിൽ മാംസം. രുധിരം, രുധിരം, രക്തം. സ്നായു, സ്നായുക്കൾ, പലതരം ദേഹഭാഗങ്ങൾ, ഞരമ്പുകൾ, ഒരുപാട് കുഴലുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, അതൊക്കെ പറയാം. മേധസ്, മേധസ് തന്നെ, മേധസ് അടിഞ്ഞു കൂടിയിരിക്കുക നമ്മുടെയൊക്കെ ദേഹത്ത്, നല്ലോണം മേധസ് ഉണ്ട്. പിന്നെ മജ്ജ, മജ്ജ തന്നെ, മജ്ജയൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അസ്ഥി, അസ്ഥി തന്നെ, എല്ല്. ശങ്കുലം, ഇതൊക്കെ കൂടി കൂടിയത്. നമുക്കിത് ഓരോന്ന് വേർതിരിച്ച് ആദ്യം തോല് പൊളിച്ച് വെച്ചു എന്ന് വിചാരിക്കാം. ഒരാളെ എടുത്തു, ആദ്യം തോല് പൊളിച്ച് വെച്ചു. എല്ലാം കൂടി ഒരു പാട്ടൊക്കെ ഉള്ളാനേ ഉണ്ടാവുള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ തൊലി. അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല, അല്ലേ? ഇത്രേ ഉണ്ടാവും. ഈ കണ്ട ഇത്രയും വലുതാണെങ്കിലും ഒരു പാട്ടൊക്കെ ഉള്ളാനേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ മാംസത്തിൻ്റെതായി, അതിൻ്റെ ഉള്ളിൽ മാംസം. മാംസം തന്നെ പലതുണ്ട്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത്, ഹാർഡായിട്ട് പേശികളായി തീർന്നിട്ടുള്ളത് ഒക്കെ. അതെല്ലാം കൂടി പൊളിച്ച് വെച്ച ഒരു ബക്കറ്റിൽ, അല്ലേ? എത്രയല്ലേ ഉണ്ടാവുള്ളൂ? ഒരു ബക്കറ്റ്. ഇവിടെയൊക്കെ കുറച്ച് അധികം ഉണ്ടാവും, കാലുമലൊക്കെ കുറച്ച് അധികം ഉണ്ടാവും. പിന്നെ രുധിരം ഒരു 6 ലിറ്റർ 6.5 ലിറ്റർ ഉണ്ടാവും, അതിൽ കൂടുതൽ ഉണ്ടാവില്ല. രക്തം അത്രയും ഉണ്ടാവും. 6.5 ലിറ്ററായാൽ തന്നെ കേമായി, നല്ല ആരോഗ്യമുള്ള ആളായി. അത്രയേ ഉള്ളൂ. അതൊഴിച്ച് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ സ്നായുക്കൾ, അതിപ്പോൾ എല്ലാം നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല, എന്നാലും പല ജാതി കുഴലുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പൈപ്പ് സിസ്റ്റങ്ങൾ, വയറിങ് സിസ്റ്റം, ഇതൊക്കെ ഉണ്ട്. കോടിക്കണക്കിന് ഞരമ്പുകളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രധാനപ്പെട്ടതൊക്കെ നമുക്കൊന്ന് മാറ്റി വെച്ചാൽ എല്ലാം കൂടി ഒരു അര ബക്കറ്റ് അതുണ്ടാവും. പിന്നെന്താ ഉള്ളത്? മേധസ്. അത് കൊഴുപ്പ് ഇപ്പം എത്രയാന്ന് പറഞ്ഞ് എടുത്തു വെക്കാൻ കുറച്ച് വിഷമം തന്നെയാണ്. എന്നാലും കിട്ടും, കൊഴുപ്പ് മാത്രമായിട്ടൊക്കെ നീക്കം ചെയ്യാൻ പറ്റും. ഡോക്ടർമാരൊക്കെ നീക്കം ചെയ്യണില്ലേ ഇപ്പോൾ? കൊഴുപ്പ് മാറ്റണം, ഓപ്പറേഷൻ ചെയ്യണമൊക്കെ. അത് ചില ഭാഗങ്ങളിൽ നിന്ന് കൊഴുപ്പെടുത്ത് മാറ്റുക. അതെല്ലാം കൂടി ഒരു അര ബക്കറ്റ് അതും ഉണ്ടാവും. അത് പിന്നെ ഇര പിടിക്കുന്നതിനനുസരിച്ച് വ്യത്യാസമുണ്ട്. ചിലർക്ക് കൂടിയിരിക്കും, ചിലർക്ക് കുറഞ്ഞിരിക്കും. എല്ലാവർക്കും കുറച്ചുണ്ടാവും, തീരെ ഇല്ലാതിരിക്കാൻ പറ്റില്ല. തനി റേഷനാണെങ്കിൽ കുറച്ച് കുറയും, ഇല്ലേ? കുറച്ചും കൂടിയൊക്കെ ഒന്ന്. ഇപ്പം എവിടെ നോക്കിയാലും എണ്ണക്കടികളൊക്കെയാണ് പരസ്യം കാണുന്നത്, കുറച്ച് കൂടുതലുണ്ടാവും. പിന്നെ അസ്ഥി, മജ്ജ ഉണ്ട്, എല്ലിൻ്റെ ഉള്ളിൽ കൂടെയാണ് മജ്ജ പോണത്. അതൊക്കെ ഒന്ന് ഊറ്റി വെക്കുക. അതെല്ലാം കൂടി ഊറ്റിയാൽ കുറച്ചൊരു 1/4 കപ്പുണ്ടാവും, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല, വളരെ സൂക്ഷ്മമാണ്. പിന്നെ എല്ല്, ഇത്രയൊക്കെ പൊളിച്ചപ്പോഴത്തേക്കാണ് നല്ല സുന്ദരി നിൽക്കുന്നുണ്ടാവും. അത് ഓരോ ജോയിൻറ്റും വേർപെടുത്തുക. ഓരോ ജോയിൻറ്റും വളരെ ബുദ്ധിപൂർവ്വം വേർപെടുത്തി, മുറിക്കരുത്. വേർപെടുത്തി കഴിഞ്ഞാൽ ഒരു 2 കെട്ട് വിറകിൻ്റെ അത്ര, ഒരു കെട്ട് വിറക് അത്രയുണ്ട്.
ഒരു കലം, ഒരു പാത്രം ഉണ്ടാവും. അതും ബുദ്ധിപൂർവ്വം വേർപെടുത്തി അവിടെ വേർപെടുത്താം, 2 പീസാക്കി മാറ്റാം. ഇത് മാറ്റാൻ വയ്യ, അത് ഒന്നായി തന്നെ ഉള്ളതാണ്. വലിയ വിലയാട്ടോ, ഏറ്റവും വില കൂടിയ സാധനമാണ്. മെർക്കുറി, നല്ലോണം മെർക്കുറി ഉണ്ട്, ധാരാളം വളരെ വിലയുള്ള മെർക്കുറിയാണ് മനുഷ്യൻ്റെ തലയോട്ടിൽ. ഇരിക്കട്ടെ, ഏതായാലും ഇത് വെച്ചു ഒരു കെട്ട് വിറക്, ഇത്രയേ ഉള്ളൂ. ചെറുതും വലുതും ചുള്ളിക്കാൻ പൊക്കണ്ട്, ചെറിയ ചെറിയ ചുള്ളി അടക്കമുണ്ട്, വലുതും ഉണ്ട്, കേമന്മാരുണ്ട് തൊടയമ്മലുള്ളതിൽ. ഇതൊക്കെ കൂടി ചേർത്ത് വെച്ചപ്പോൾ ഇക്കോലായി. ഓ ചിദാനന്ദപുര സ്വാമി മെലിഞ്ഞു പോയല്ലോ, തടിച്ചു പോയല്ലോ ഇല്ലേ എന്നൊക്കെ പറയും നമ്മൾ. ഞാൻ വലിയ സുന്ദരനാണ്, സുന്ദരിയാണ് ഒക്കെ പറയും. ഇതൊക്കെ കൂടി കൂട്ടി ചേരുമ്പടി ചേർത്ത് വെച്ചത്, അല്ലാണ്ട് വേറെന്താ ഉള്ളത്? അല്ല വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ, ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ പറയാം. ഇനിയാണ് പറയണത് പൂർണ്ണം മൂത്രപുരീഷാഭ്യം, മൂത്രവും മലവും കൊണ്ട് നിറച്ചതാണിത്. മലം, ചെവിയിൽ മലം, മൂക്കിൽ മലം, കണ്ണിൽ മലം ഇല്ലേ? ഇല്ല. വയറ്റിൽ മലം, സർവത്ര മലമാണ്. ചിലർക്ക് എന്താ അതൊന്നും പറയാത്തതെന്ന്, ഒക്കെ മലം നിറച്ചു വെച്ചിരിക്കുക, എല്ലായിടത്തും മലമാണ്. ഏറ്റവും അധികം വയറ്റിൽ. എത്ര ശോധന പോയി എന്ന് പറഞ്ഞാലും ഉള്ളിൽ കുറേ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, ഇല്ലാണ്ടിരിക്കില്ല. മൂത്രമുണ്ട് ഇഷ്ടം പോലെ. സ്വാമി ഞാനിപ്പോൾ ഒഴിച്ചു വന്നിട്ടുള്ളൂ പറഞ്ഞാലും വയറ്റിൻ്റെ ഉള്ളിലുണ്ടാവും, മുഴുവനൊന്നും പുറത്ത് വരില്ല. ഇപ്പോഴത്തെ ജനങ്ങൾക്ക് കൂടുതലുണ്ടാവും, ഇരുന്ന് മൂത്രം ഒഴിക്കണ ശീലം തന്നെ ഇല്ല. ഇരുന്ന് മൂത്രം ഒഴിച്ചാൽ ഒരുവിധം കുറേ പോകും. മലവിസർജനം ഇപ്പോൾ ഇരുന്നിട്ടല്ല, മനസ്സിലോ? ഇരുന്ന് മലമൂത്ര വിസർജനം ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു, വളരെ കുറഞ്ഞു. അപ്പോൾ കസേരയിൽ ഇരിക്കുന്ന പോലെ ഇരുന്നിട്ടാണ് പ്രയോഗങ്ങൾ. പിന്നെ ഇവിടെ ശുദ്ധിയാവില്ല, ശുദ്ധിയാവുകയില്ല. അവിടെ രോഗങ്ങൾ കൂടും. കാരണം എല്ലാ രോഗങ്ങളുടെയും പ്രഭവം വയറാണ്. ആയുർവേദത്തിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് ഉദരശുദ്ധി വന്നാൽ എല്ലാ ശുദ്ധിയായി. ഉദരശുദ്ധി പ്രധാനമാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട, തരക്കേടില്ല. അതൊക്കെ പരിഷ്കാരത്തിന് യോജിക്കാത്തതായിരിക്കും പറയണത്, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. നോക്കൂ, രോഗമുള്ളവർ ഇങ്ങനെ പറയാൻ പാടുണ്ടോ? സാമാന്യമായിട്ട് എന്താ പറയുക, മുട്ടുവേദന, ഈ വേദന ഉള്ളവരെ പറയും അത് വിശേഷമല്ലേ. അവിടെ ഇപ്പം ഇത് വല്ലതും പറയുക, എന്നാൽ പിന്നെ എണീക്കാൻ വയ്യാത്തൊരു കിടന്നെടുക്കുന്നല്ലേ എല്ലാ പ്രയോഗം. അങ്ങനെ ചെയ്തോളൂ. അത് ചെയ്യാറുണ്ടോ? എണീക്കാൻ വയ്യാത്തൊരു കിടന്നെടുത്തല്ലേ നമ്മൾ മൂത്രം ഒഴിക്കുന്നതും മലവിസർജനവും ഭക്ഷണം കഴിക്കുന്നതും. എന്നാൽ കുഴലിൽ കൂടെ അല്ലേ ഭക്ഷണം കഴിക്കണത്? അതോ മൂക്കിൽ കുഴലിട്ടാൽ ഭക്ഷണം? നമുക്കൊക്കെ മൂക്കിൽ കുഴലിട്ട് ഭക്ഷണം കഴിക്കാം. എന്താ അഭിപ്രായം? സമ്മതാണോ? അല്ല. ആരോഗ്യമുള്ളവരോടാ പറയണത്, ശേഷിയുള്ളവരോടാ പറയണത്. ഈ ഉദരശുദ്ധി വരുത്തണം നിർബന്ധമായിട്ടും. അതിരിക്കട്ടെ, ഇനി വരുത്തിയാലും കൊള്ളാം, വരുത്തിയില്ലെങ്കിലും കൊള്ളാം. ഇതൊക്കെ നിറഞ്ഞതാണ് നമ്മൾ ഈ സാധനം എന്നാ പറഞ്ഞത്. ഇതിലാർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ, ഉണ്ടോ? ഇങ്ങനെയുള്ളതായ സ്ഥൂലം വപുഹു, സ്ഥൂല ശരീരം, ഇതൊക്കെ ചേർന്നതാണ് സ്ഥൂല ശരീരം. ഈ പറഞ്ഞതിന് എന്തെങ്കിലും ഒരു പൂജ്യമായ വസ്തു ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു മംഗളമാണ് സ്വാമി, ശുഭമാണ്, നല്ല സുഗന്ധമാണ്, സുന്ദരമാണ് എന്ന് പറയുന്ന എന്തെങ്കിലും ഒന്നീ പറഞ്ഞതിലുണ്ടെങ്കിൽ പറയും. ആർക്കും പറയാം. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ പറയുകയാണ് നിന്ദ്യം, ഇത് വളരെ നിന്ദ്യമാണ്. ഭസ്മം കത്തിച്ചാലല്ലേ ഉണ്ടാവുള്ളൂ. എന്തൊരു കഷ്ടമാണ്. എവിടെയാ ഭസ്മം ഉണ്ടാവണത്? ഭസ്മം ഉണ്ടോ നമ്മളെ ദേഹത്ത്? കത്തിച്ചാൽ ഭസ്മമായി. ഇപ്പൊ ഭസ്മം ഇല്ലല്ലോ. ഇപ്പൊ വേറെ വസ്തുക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. കഫം, പിത്തം ഒക്കെ നിറച്ചുണ്ട്. അതൊക്കെ ഈ മലത്ത് പെട്ടു. കഫം, ശ്ലേഷ്മം, പിത്തം, അതൊക്കെ മലം എന്നുള്ളതിൽ പെട്ടു.
ഇതാണ് നിറച്ച് വെച്ചിരിക്കുന്നത്. ഇതാണ് സ്ഥൂല ശരീരം. വ്യക്തമാണല്ലോ? അഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ലല്ലോ. പാപി എന്നല്ലല്ലോ വിളിച്ചത്. മഹാപുണ്യശാലിയാണ്. നിന്ദ്യം എന്ന് പറഞ്ഞ സ്ഥൂല ശരീരമാണ്. ഇതുണ്ടാക്കിയ വസ്തുക്കളൊക്കെ നിന്ദ്യമാന്നാ പറഞ്ഞത്. ഇത് മനുഷ്യന് പാപി എന്നൊന്നും വിളിച്ചിട്ടില്ല. ഇതുണ്ടാക്കിയ അല്ല, ഇത് ഏതെങ്കിലും കേമായിട്ടുണ്ടെങ്കിൽ പറയൂ. ഈ പറഞ്ഞതിൽ അസത്യം ഉണ്ടെങ്കിൽ പറയാം. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അസത്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. കണ്ണ് ചിരിക്കുന്നതൊക്കെ ദേഹത്ത് ചേർന്നപ്പോഴല്ലേ? ഇതൊക്കെ ചേർത്ത് വെച്ചപ്പോ, ഇതെല്ലാം ചേരുമ്പടി ചേർത്ത് വെച്ചപ്പോൾ ചിരി എന്തൊരു ഭംഗിയാണ്. അയ്യോ, നിന്റെ ചിരി കണ്ടാൽ മുല്ലപ്പൂ മുട്ട് പടർന്ന പോലെ ഉണ്ട് കേട്ടോ. കണ്ണെന്താ താമരയുടെ ദളം പോലല്ലേ കണ്ണ് വികസിച്ചിരിക്കണേ. തുമ്പപ്പൂവിൻ്റെയാ മൂക്ക് അല്ലേ? തുമ്പപ്പൂ പോലത്തെ മൂക്കാ. എന്ത് തുമ്പപ്പൂ പോലത്തെ? അതൊക്കെ ചേരുമ്പടി ചേർത്ത് വെച്ചപ്പോഴാണ്. അതുകൊണ്ടാണ് നിന്ദ്യ എന്ന് പറഞ്ഞത്. അല്ലാണ്ട് പാപി എന്നൊന്നും പറഞ്ഞിട്ടില്ല. പാപം എന്നേ പറഞ്ഞുള്ളൂ, ഭാബി എന്ന് പറഞ്ഞിട്ടില്ല. ഈ ശരീരത്തെ എന്നിൽ നിന്ന് വേർതിരിക്കുക. ഞാൻ സച്ചിദാനന്ദ സ്വരൂപമാണ്, ഞാനെങ്ങനെയാണ് പാപിയാവുക? ഒരിക്കലും ആവില്ല. അപ്പം എന്താണിത്? ഈ സ്ഥൂല ശരീരം എന്താണ്? ഇതെങ്ങനെ ഉണ്ടായി? ഇതൊക്കെയാണ് ചർച്ച. അതാണ് തുടർന്ന് പറയണത്. നമുക്ക് അടുത്ത പ്രാവശ്യമാവാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം